പീഡന പരാതിക്ക് പിന്നാലെ വടകര ഡിവൈഎസ്പി ഉമേഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. കോഴിക്കോട് റൂറൽ ഡിവൈഎസ്പി ആയിട്ടുള്ള ഉമേഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വകുപ്പ് നല്ല നടപടി സ്വീകരിച്ചിരിക്കുന്നു. നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് DGP ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറിയതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായകമായ ഉത്തരവുണ്ടാകുന്നത്. വടകര ഡിവൈഎസ്പി ഉമേഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കസ്റ്റഡിയിലെടുത്ത യുവതിയെ പീഡിപ്പിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ ഉമേഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഉമേഷ് അവധിയിൽ പ്രവേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഷൻ. നാദാപുരം കൺട്രോൾ ഡിവൈഎസ്പിക്ക് പകരം ചുമതല നൽകിയിട്ടുമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വടക്കഞ്ചേരി CI ആയിരുന്ന സമയത്ത്, അതായത് പാലക്കാട് വടക്കഞ്ചേരി CI ആയിരുന്നപ്പോൾ അനാശാസ്യ കേസിൽ കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ പീഡിപ്പിച്ച് കേസെടുക്കാതെ ഉമേഷ് വിട്ടയച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ നിർണായകമായ കണ്ടെത്തൽ. പോലീസുകാരനാണെന്ന ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായകമായ ഉത്തരവുണ്ടാകുന്നത്. പാലക്കാട് SP തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത ചെർപ്പുളശ്ശേരി CI ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഡിവൈഎസ്പിക്കെതിരെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ യുവതി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഡിവൈഎസ്പി തന്നെ പലതവണ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ മൊഴി. VS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, ഒടുവിൽ ഇതാ നടപടി വന്നിരിക്കുകയാണ്. ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവും വരുന്നു. വിനിത, തീർച്ചയായിട്ടും SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ CIയുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് പ്രാഥമികമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് പോകുന്നത്. CIയുടെ ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പരാമർശിക്കപ്പെടുന്ന യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. CI പറഞ്ഞനുസരിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ യുവതി ഈ മൊഴിയായി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഡിവൈഎസ്പിക്ക് സസ്പെൻഷൻ വരുന്നത്. അദ്ദേഹം ചെർപ്പശ്ശേരി CI ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്നത്. ആ യുവതിയെ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. ഇപ്പോൾ വരുന്ന ഈ സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇയാൾ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, മാത്രമല്ല പരാതിക്കാരിയെ പീഡിപ്പിച്ചതിനും കൈക്കൂലി വാങ്ങിയതിനുമൊക്കെ നിർണായകമായ തെളിവുണ്ട് എന്നതാണ്. ആ പെൺകുട്ടിയുടെ മൊഴിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അന്ന് അനാശാസ്യ കുറ്റം ചുമത്തിയാണ് ഇവരെ പിടിക്കുന്നത്. ആ യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ, യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരിൽ നിന്ന് ഈ ഡിവൈഎസ്പി, അന്ന് CI ആയിരുന്നു, അദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ആ മൊഴിയിൽ പറയുന്നുണ്ടായിരുന്നു. അക്കാര്യം CIയും ഈ ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് രാത്രി, ഈ പരാതി ഉണ്ടായ ദിവസം രാത്രി യുവതിയുടെ വീട്ടിലെത്തുകയും യുവതിയെ ടെറസിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു മൊഴി. അപ്പോൾ ഗുരുതരമായ കുറ്റങ്ങൾ, അത് പീഡനക്കുറ്റവും ഈ ഔദ്യോഗികമായിട്ടുള്ള പദവിയുടെ ദുരുപയോഗവും കൈക്കൂലിയും ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ അത് ഈ CIയുടെ ആത്മഹത്യാക്കുറിപ്പിനൊപ്പം അതിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ യുവതിയുടെ മൊഴി കൂടി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പിക്കെതിരെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ആശുപത്രി പ്രവേശിക്കപ്പെട്ടിരുന്നു, ചികിത്സ തേടിയിരുന്നു കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ. ആ ആശുപത്രിയിൽ ചികിത്സ തേടി അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിരിക്കുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇക്കാര്യത്തിൽ ഡിവൈഎസ്പിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹവുമായി ഈ കാര്യത്തിൽ മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചതുകൊണ്ടും അത് മെഡിക്കൽ ലീവ് ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ നേരിട്ട് വിളിപ്പിക്കാതിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ കൂടി ഇപ്പോൾ പാലക്കാട് SP ഇക്കാര്യത്തിൽ നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ നടപടിയിലേക്ക് പോകുന്നു. രഞ്ജിത്ത്, വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ്. കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പീഡനമായിരുന്നു എന്നുള്ളതാണ്